ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏത് സർക്കാരിനെ സംബന്ധിച്ച് ഈ പറയുന്ന കമ്പൽഷൻ ഉണ്ടോ? കേരളത്തിൽ നിന്ന് മൈഗ്രേഷൻ, അതായത് കുട്ടികളുടെ മൈഗ്രേഷൻ കൂടുകയാണ്. അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആസ്പിറേഷണൽ മൈഗ്രേഷൻ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആസ്പിറേഷണൽ മൈഗ്രേഷൻ ആണ്. അത് ഇച്ചിരി ആസ്പിറേഷൻ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എല്ലാം പോയിട്ട് ട്രംപ് ഒരു വിമാനത്തിൽ ആളെ അയച്ചിട്ടുണ്ട്. അവിടെ കുടിയേറ്റക്കാർ ഇതുപോലെ പലരും പോകുന്നത് അവർ വിദ്യാഭ്യാസത്തിനാണെന്ന് പറഞ്ഞ് പോയി പല ആളുകളും വഞ്ചിക്കപ്പെടുന്നുണ്ട്. വളരെ വളരെ മോശമായ സാഹചര്യത്തിലാണ് ഈ കാനഡയിലായാലും ഇംഗ്ലണ്ടിലായാലും ഒരു മുറിക്കകത്ത് 10-20 പേര് ജീവിക്കുക. വിസ കഴിഞ്ഞു, വലിയ ലോൺ എടുത്തിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയേക്കുന്നത്. നാട്ടിലെ എല്ലാം കൂടെ പണയപ്പെടുത്തിയിട്ടാണ്, വലിയ പ്രതീക്ഷയിലാണ് പോയേക്കുന്നത്. അവിടെ ഒളിച്ചു താമസിക്കുക, ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർ ചെയ്യുമ്പം കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ കമ്പാരിസൺ അവിടെ ചെല്ലുമ്പോൾ ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് വരുമാനം ഇച്ചിരി കൂടിയ $2 അധികം കിട്ടിയിട്ട് കാര്യമില്ല. വളരെ മോശമായ സാഹചര്യത്തിൽ ഇപ്പോൾ ജീവിക്കേണ്ടി വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നത് അവരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. ആ പ്രതീക്ഷയും സ്വപ്നങ്ങളും അത്രയും വസ്തുതാപരമല്ല എന്ന് അറിയുമ്പോഴത്തേക്ക് അതിന് കുറച്ച് കുറവ് വരും. പക്ഷെ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? അത് അങ്ങനെ പോകുന്നു, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലല്ല. ഇവിടെ അതിനേക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. മെച്ചപ്പെട്ട സൗകര്യങ്ങളും മെച്ചപ്പെട്ട ജോലി സാധ്യത ഉണ്ടാവുക. പിന്നെ കേരളീയന് ലോകത്തൊക്കെ കറങ്ങുന്നതും ജോലി ചെയ്യുന്നതും ഇഷ്ടമുണ്ടെന്നോട് കാണണം. അതൊക്കെ ശരി. അല്ല, അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇവിടുന്ന് പോകുന്ന ആളുകളും പലയിടത്തും കെയർ ഹോമുകളിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ കെയർ എക്കോണമിക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം മക്കളെല്ലാം പുറത്തുള്ളവരും മാതാപിതാക്കൾ. മോഹൻലാൽ തന്നെ റിട്ടയർ ആകുന്ന സിനിമാ താരങ്ങൾക്ക് വേണ്ടി ഒരു വില്ലേജ് എന്ന ആശയം അമ്മയിൽ ഉന്നയിക്കേണ്ടത് കേരളത്തിൽ വലിയ സാധ്യതകളുള്ള കാര്യമാണ്. ഇതൊക്കെ സർക്കാർ ആ തരത്തിൽ ആലോചിച്ചിട്ടുണ്ട്. കെയർ എക്കണോമിയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. കെയർ എക്കണോമി സർക്കാർ മേഖലയെ സർക്കാർ ചെയ്തു വരുന്നതിനൊക്കെ അറിയാമല്ലോ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത്. പക്ഷേ കെയർ എക്കണോമി വലിയ തോതിൽ സഹായിക്കണമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കെയർ ഹോംസ് ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ വരണം, സൊസൈറ്റി ഇടപെടണം, ആ എക്കണോമിയെ നല്ലപോലെ ഉപയോഗിക്കണം. ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല, വേറെ സ്ഥലത്തുനിന്നും വന്ന് ഇവിടുത്തെ കെയർ എക്കണോമി ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ട്.